ചന്ദനമരം നടുന്നതിന് കേരളത്തിൽ തണുപ്പൻ പ്രതികരണമാണെന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. നിയമത്തെക്കുറിച്ചുള്ള ധാരണക്കുറവും വെള്ളക്കെട്ടുമാണ് ആലപ്പുഴ പോലുള്ള ജില്ലകളിൽ ചന്ദനമരം നടുന്നതിന് പ്രതിസന്ധിയായി നിൽക്കുന്നതെന്ന് ജില്ലയിലെ ട്രീ ബാങ്കിങ് പദ്ധതിയിൽ അപേക്ഷകർ കുറവാണെന്നും ആലപ്പുഴ ജില്ലയിലെ വനം വകുപ്പ് കേന്ദ്രങ്ങൾ നൽകിയിരിക്കുന്ന റിപ്പോർട്ടാണിത്. സ്വകാര്യ ഭൂമിയിൽ ചന്ദനമരം നട്ടുവളർത്തുവാൻ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം പ്രോത്സാഹിപ്പിക്കുന്നത് വനം വകുപ്പിൻ്റെ ട്രീ ബാങ്കിങ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചന്ദനമരം അപേക്ഷകർക്ക് നൽകുന്നത് തുടങ്ങിയിട്ട് കാലങ്ങൾ ആയെങ്കിലും അപേക്ഷകർ തീരെ കുറവുള്ളതായി ആണ് അറിയുന്നത്. മുട്ടിൽമുറി അടക്കം കേരളത്തിലെ വനംഭൂമി കയ്യേറി വളരെ പഴക്കം ചെന്നതും വലിയ മരങ്ങളും വെട്ടി കോടികൾ സമ്പാദിച്ച് ഇടതുപക്ഷ സർക്കാരിനെ പുകഴ്ത്തിപ്പറയുന്ന റിപ്പോർട്ടർ ചാനലിലെ പ്രതിയായിട്ടുള്ള മുട്ടിൽമുറിക്കുള്ള ആൻ്റണി അഗസ്റ്റിൻ സഹോദരങ്ങളും ഒക്കെ ഇപ്പോൾ ചന്ദനമരം വെച്ച് പിടിപ്പിച്ചുകൊണ്ട് അടുത്ത കൊള്ള നടത്തുവാനായിട്ട് സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്ന കാഴ്ചയാണ് ചന്ദനമരം നടുന്ന ബോധവൽക്കരണത്തിലൂടെ സ്വകാര്യ ഭൂമിയിൽ നടാമെന്നുള്ള വ്യാജേന ടൂറിസം മന്ത്രിയുടെ മണ്ഡലങ്ങളിലും കോഴിക്കോട് കേന്ദ്രീകരിച്ച് വയനാട്, കോഴിക്കോട് ഇതുപോലുള്ള ഇടുക്കി മേഖലകളിലെ സ്വകാര്യ വ്യക്തികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ചന്ദനമരം നടത്തുന്ന പ്രക്രിയയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്താനായിട്ടുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ചന്ദനമരം സ്വകാര്യ വ്യക്തി വെട്ടി വിൽപ്പന നടത്താൻ അനുമതി ലഭിക്കുമോ എന്നുൾപ്പെടെയുള്ള നിയമത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തതും പ്രശ്നമാണ്. ഇപ്പോൾ ചന്ദനം വെട്ടി വിൽക്കുന്നതിന് അനുകൂലമായ നിയമം വന്നതും പലരും അറിഞ്ഞിട്ടില്ല എന്നുമൊക്കെയാണ് ഇപ്പോൾ കേരള സർക്കാർ ടൂറിസം മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസും ഒക്കെ ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയുടെയും വനക്കൊള്ളയുടെയും ബന്ധങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് വെള്ളക്കെട്ടുള്ള പ്രദേശമാണ്. കൂടുതൽ ചന്ദനമരം വെച്ച് പിടിപ്പിക്കാൻ സാധിക്കുമെന്നും കൂടുതൽ മരം വളർന്നു വന്ന് 15 വർഷത്തിന് ഉള്ളിൽ തന്നെ മരം വളർന്നു വരുമെന്നൊക്കെയാണ് വ്യാജ പ്രചരണം നടത്തി സർക്കാരിൻ്റെ അപേക്ഷ ഫോമിൽ അപേക്ഷകരെ ചന്ദനമരം നടാൻ താല്പര്യമുള്ളവരെ ക്ഷണിച്ചുകൊണ്ട് അറിയിപ്പുകളൊക്കെ വന്നിട്ടും ജില്ലയിൽ അപേക്ഷകർ കുറവാണെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത്. 2012 തുടങ്ങിയ പദ്ധതിയിൽ ജില്ലയിൽ ഇതുവരെ ആകെ 63 അപേക്ഷകരാണ് ഉള്ളതെന്നാണ് അവർ പറയുന്നത്. ആകെ നട്ടുപിടിപ്പിച്ചത് 15,044 മരങ്ങളും. മരത്തിന് നൽകുന്ന ആനുകൂല്യവും മരം വെട്ടുന്നതിനുള്ള അനുകൂലമായ നടപടികളും സ്വീകരിച്ചിട്ടും കാര്യമായ പ്രതികരണം ഇപ്പോഴും കിട്ടുന്നില്ല എന്നാണ് വനം ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. നേരത്തെ സ്വകാര്യ ഭൂമിയിൽ മരം വളർത്തുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന സഹായധന പദ്ധതി ഈ വർഷമാണ് ട്രീ ബാങ്കിങ് എന്ന പേരിൽ പരിഷ്കരിച്ചത് എന്നും പുതിയ പദ്ധതി പ്രകാരം നേരത്തെ 50 തൈകൾ വേണ്ടിയിരുന്നത് 10 തൈകളാക്കി ചുരുക്കിയിട്ടുണ്ടെന്നും പരമാവധി 1000 തൈകൾ വരെ നടാമെന്നും 15 വർഷം വരെ സഹായധനം ലഭിക്കുമെന്നുമൊക്കെയാണ് സർക്കാർ അറിയിക്കുന്നത്. 10 മുതൽ 100 വരെ തൈകൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ ഒന്നിന് 30 രൂപ വീതം കൊടുക്കുമെന്നും ചന്ദനം, തേക്ക്, മഹാഗണി, ആഞ്ഞിലി, പ്ലാവ്, കുമ്പിൾ, കരിമരുന്ന്, കമ്പകം, വെൺതേക്ക്, ഈട്ടി തുടങ്ങിയ തടിമരങ്ങൾക്കാണ് സഹായധനം നൽകുന്നത്. ആദ്യ വർഷം ചന്ദനം മാത്രമാണ് ഉൾപ്പെടുത്തിയത്. അടുത്ത വർഷം മുതൽ മറ്റുള്ളവയും ഉൾപ്പെടുത്തുമെന്നാണ് അപേക്ഷകരും കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപേക്ഷകരുടെ സ്ഥലം പരിശോധിച്ച ശേഷം കൂടുതൽ തൈകൾ നട്ടുവളർത്തുന്നിടങ്ങളിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതും 950 ചന്ദന തൈകളാണ് ഇക്കുറി ജില്ലയ്ക്കായി ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരായിട്ടുള്ള അധികൃതർ അറിയിക്കുന്നത്.
സ്വകാര്യ ഭൂമിയിൽ മരം വളർത്തുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന വനം വകുപ്പിൻ്റെ ട്രീ ബാങ്കിങ് പദ്ധതി ആലപ്പുഴ ജില്ലയിൽ കാര്യക്ഷമമായ അപേക്ഷകരില്ല. ആകെ 52 അപേക്ഷയാണ് ലഭിച്ചതെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇതിൽ യോഗ്യരായ 40 പേർ മാത്രം പദ്ധതിയിൽ ഈ വർഷം ചന്ദനത്തൈകൾ നട്ടു വളർത്തുന്നതിനാണ് സഹായം ധനം നൽകുന്നത്. ചന്ദനം നടുമ്പോഴുണ്ടാകുന്ന നിയമപ്രശ്നങ്ങളെക്കുറിച്ചാണ് ആശങ്കകളാകാം എന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. അപേക്ഷകർ മുന്നോട്ട് വരാൻ മടിക്കുന്നതിന് കാരണം എന്താണെന്ന് വനവകുപ്പ് അധികൃതരുടെ പക്ഷം ചന്ദനമരം സ്വകാര്യ വ്യക്തി വെട്ടി വിൽപ്പന നടത്താൻ അനുമതി ലഭിക്കുമോ എന്നതുൾപ്പെടെ നിയമത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തതാണെന്നാണ് അവർ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഞാൻ നിരന്തരം ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്കും, ഇപ്പോൾ കുട്ടികളുടെ അടക്കം ഔഷധ സസ്യങ്ങൾക്ക് പ്രോത്സാഹനത്തിന് വേണ്ടിയും മറ്റ് കാര്യങ്ങളൊക്കെ അടക്കം വാങ്ങിച്ചു കൊടുക്കാനായിട്ടൊക്കെ സമീപിക്കുമ്പോൾ ഒരു മരവും ഇല്ല എന്ന് പറയുമ്പോഴാണ് ആലപ്പുഴ ജില്ലയിൽ ചന്ദനമരം വെച്ച് പിടിപ്പിക്കാനുള്ള നടപടിയുമായി വനം വകുപ്പ് പോകുന്നത്. ഇത് ടൂറിസം മന്ത്രിയുടെ പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങളിൽ വനം വകുപ്പും ടൂറിസം വകുപ്പ് മന്ത്രിയുമായി ചേർന്നുകൊണ്ട് ഒരു വനക്കൊള്ള നടത്തുന്നതിൻ്റെ മറവിലാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതെന്ന് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ചന്ദനമരം നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ, പുഷ്പ 1, 2 കാണുന്നത് പോലെ ഉള്ള പ്രദേശങ്ങളിൽ, നമ്മുടെ വയനാട് പോലെ പ്രദേശങ്ങളിൽ മാത്രമാണ് ചന്ദന തൈകൾ അത്ര കാതലോടുകൂടി വളരാൻ സാധിക്കുന്നത്. നമ്മുടെ പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ അടക്കം ചന്ദന തൈ വെച്ച് പിടിപ്പിക്കുന്നതും പരിപോഷിപ്പിക്കുന്നതിനും അതിന് പ്രയോജനം ഉണ്ടാകുന്ന കാലാവസ്ഥ പോലുമല്ല. എന്നിട്ട് പോലും ഇത്തരം കാര്യങ്ങളുമായിട്ട് പോകുന്നത് ഇവിടെ പലവിധ ചതിപ്രയോഗങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. നമ്മൾ കണ്ടതാണ്. ഇവിടെ വയനാടൊക്കെ പോയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ആ പ്രദേശത്ത് കാട് വെട്ടിത്തെളിച്ച പോലെയാണ്. മുട്ടൽമുറി അടക്കം ഉള്ള പ്രദേശങ്ങളൊക്കെ മൊത്തം വെട്ടി നശിപ്പിച്ച് കൊള്ളയടിക്കുന്ന കൊള്ളക്കാർക്ക്, വനം കൊള്ളക്കാർക്കും നൽകുന്ന ഈ ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ ഗവൺമെൻറ് നടത്തിയ ശ്രമങ്ങൾ അന്വേഷിക്കണം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്, അയോധ്യയിലുണ്ടാക്കിയ രാമക്ഷേത്രത്തിലടക്കം തേക്കുകൾ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ആരാണ്, എവിടുന്നാണ്, എത്ര കോടി രൂപയുടെ സ്വത്താണ് ഇവിടുന്ന് വിറ്റത് എന്ന് സർക്കാർ വെളിപ്പെടുത്തണം. അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ഈ ചന്ദനമരം എന്ന് പറയുന്നത് ഇപ്പോൾ ടൂറിസം വകുപ്പ് മന്ത്രി പല മലബാർ, കോഴിക്കോട്, വയനാട് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബിനാമികൾ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ചന്ദനമരം വെച്ച് പിടിപ്പിക്കുന്ന ഇത് അന്വേഷിക്കണം. അദ്ദേഹത്തിൻ്റെ കൃത്രിമമായ ഒരു ഇടപെടൽ അതിനകത്ത് നടക്കുന്നുണ്ട്. വനം ഭൂമി സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഇപ്പോൾ നമുക്കറിയാം, വയനാടടക്കം ഭൂമി ഏറ്റെടുത്തിട്ട് പോലും അവർക്ക് പുനരധിവാസം സാധ്യമാക്കാത്ത വിധത്തിൽ നൂലാമാലയുള്ള പ്രദേശങ്ങളായി മാറിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ തടസ്സപ്പെടുന്നു. എന്നിട്ട് അത്തരം പ്രദേശങ്ങൾ ഒക്കെ ഈ പറയുന്ന പോലെ പ്രകൃതിക്ഷോഭങ്ങൾ മൂലമൊക്കെ ഉണ്ടാകുന്ന പ്രദേശങ്ങളായതുകൊണ്ട് പലരും ഭൂമി വിൽക്കപ്പെടാൻ സാധ്യതയുണ്ട്. ആ ഭൂമിയാണ് ഈ മുഹമ്മദ് റിയാസിൻ്റെ ബിനാമികളടക്കം വാങ്ങിച്ചുകൊണ്ട് ചന്ദനമരം വെച്ച് പിടിപ്പിക്കുന്നത്. ആ നിയമം ഇപ്പോൾ നമുക്ക് സൈറ്റിൽ നോക്കിയാൽ അറിയാം. സാൻഡൽവുഡ് എന്ന് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നിയമവശങ്ങൾ, ചന്ദനമരം സ്വകാര്യ വ്യക്തികൾക്ക് വെച്ച് പിടിപ്പിക്കാൻ വെട്ടാമെന്നുള്ള നിയമം ഈ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ മുഹമ്മദ് റിയാസിന് വേണ്ടി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് വരും തലമുറകൾക്ക്, കൊള്ളക്കാർക്ക്, വനം കൊള്ളക്കാർക്ക്, കള്ളന്മാർക്ക് ഒത്താശ ചെയ്യുന്ന നടപടിയാണ്. ഇതിനെതിരെ കേന്ദ്ര ഏജൻസികൾ ദീർഘമായ ഒരു അന്വേഷണം നടത്തണം. അത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന് കൊണ്ടുപോയ തേക്കിൻ്റെ കണക്കുകൾ വെളിപ്പെടുത്തണം. അതുപോലെ തന്നെ മുട്ടൽമുറിയുടെ അന്വേഷണം നടത്തണം. റിപ്പോർട്ടർ ചാനലായിട്ടുള്ള ആന്റണി അഗസ്റ്റിന് വനം കൊള്ളക്കാർക്കെതിരെയുള്ള നടപടി എന്തായി എന്ന് വെളിപ്പെടുത്തണം. അതാണ് എനിക്ക് ഈ അവസരത്തിൽ ഗ്രാമസ്നേഹി റിപ്പോർട്ടർ ജനങ്ങളോട് പറയാനുള്ളത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ഇത് എത്ര സ്ഥലങ്ങളിൽ ചന്ദനമരം വെച്ച് പിടിപ്പിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് തേടണം. കൃത്യമായ ഏതൊക്കെ വ്യക്തികളാണെന്ന് പരസ്യപ്പെടുത്താൻ വനം വകുപ്പ് തയ്യാറാകണം. എല്ലാ ജില്ലകളിലും, ആലപ്പുഴ ജില്ലയിൽ കാലാവസ്ഥ ഒരിക്കലും അനുയോജ്യമല്ലാത്ത ഒരു കാലാവസ്ഥയിൽ ഈ ചന്ദനമരം വെച്ച് പിടിപ്പിക്കാൻ നടപടിയെടുക്കുന്നത് മറ്റ് ജില്ലകളിൽ കേന്ദ്രീകരിച്ച് നടത്തുന്ന വനം കൊള്ളയ്ക്കും ബിനാമി ഇടപാടുകൾക്കുമാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഇതിനെതിരെ അന്വേഷണം ജനപക്ഷത്ത് നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗ്രാമസ്നേഹി സ്പെഷ്യൽ റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നിങ്ങളിതിന് കൃത്യമായ മറുപടി നൽകണമെന്നും
അതുക്ക് മുമ്പ് തന്നെ നമ്മൾ കൂടുതൽ വിവരങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമെന്നും ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ചന്ദനമര കൊള്ളയുടെ പുറം കഥകളുമായി നമുക്ക് വീണ്ടും വരാം.